കമേലിയ സിനെൻസിസ്. പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഏതോ ഹോളിവുഡ് നടിയുടെ പേരാണെന്ന്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഊർജവും ഉന്മേഷവും നൽകി നമ്മുടെ ഒത്തുകൂടലുകൾക്കും തർക്കങ്ങൾക്കും സ്വറപറച്ചിലിനും നിശബ്ദസാക്ഷിയായ അത്ഭുതപാനീയം ചായ. അതെ, തേയിലച്ചെടിയുടെ ശാസ്ത്രീയ നാമമാണ് കമേലിയ സിനെൻസിസ്. ചായയുടെ ചരിത്രം അന്വേഷിച്ചിറങ്ങിയാൽ ചെന്നെത്തുന്നത് കിഴക്കൻ ഏഷ്യയിലാണ്. അതെ, തേയിലച്ചെടിയുടെ ജന്മദേശം. ഇരാവതി നദിയെന്നും അയർവാടി നദിയെന്നും അറിയപ്പെടുന്ന നദിയുടെ സമീപത്തായാണ് തേയിലച്ചെടിയുടെ ഉദ്ഭവസ്ഥലമായി കണക്കാക്കപ്പെടുന്നത്. അവിടെ നിന്ന് തെക്കുകിഴക്കൻ ചൈന, ഇൻഡോ ചൈന, അസം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപനമുണ്ടായി. ഷെനോങ് എന്ന ഒരു പുരാണ ചൈനീസ് ഭരണാധികാരിയാണ് തേയിലച്ചെടി കണ്ടുപിടിച്ചതായി കരുതപ്പെടുന്നത്. ഔഷധം എന്ന നിലയിലോ പാനീയങ്ങളിൽ ചേർക്കുന്ന അഡിക്റ്റീവായോ നൂറ്റാണ്ടുകളായി കിഴക്കൻ ഏഷ്യയിലെ ആളുകൾ തേയിലച്ചെടി ഉപയോഗിച്ചു വന്നിരുന്നു. ഈ ചായ ചരിത്രം കിഴക്കൻ ഏഷ്യയിൽ നിന്ന് ചൈന വഴി ടിബറ്റും കടന്ന് ഇന്ത്യയിലെത്തി. ചായയോട് ഇത്രയധികം അഭിനിവേശമുള്ള മറ്റൊരു ജനതയില്ല. തേയിലച്ചെടിയുടെ ഉൽപാദനത്തിന്റെ 80% മറ്റാർക്കും കൊടുക്കാൻ കൂട്ടാക്കാതെ ചായ കുടിച്ചു തീർക്കുന്ന ഇന്ത്യക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ചായയുടെ പ്രത്യേകത കുറച്ച് സയന്റിഫിക്കായി പറഞ്ഞാൽ, ചായ ഒരു സങ്കീർണമായ സംയുക്തമാണ്. അങ്ങനെ പറയാൻ കാരണം ചായയിൽ പ്രധാനമായും കാറ്റച്ചിൻസ്, ധാതുക്കൾ, തിയാനിൻ, കഫീൻ തുടങ്ങിയവ അടങ്ങിയിട്ടുള്ളതിനാലാണ്. ഇതിൽ കാറ്റച്ചിൻസ് എന്ന ജൈവസംയുക്തമായ ഒരുതരം പോളിഫെനോൾസിൽ ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്നു. കൂടാതെ തേയിലയിൽ ഉയർന്ന അളവിൽ ഫ്ലൂറിൻ, മാംഗനീസ്, ആഴ്സനിക്, നിക്കൽ, സെലീനിയം, അയോഡിൻ, അലുമിനിയം, പൊട്ടാസ്യം എന്നിവയ്ക്കു പുറമെ തിയാനിൻ എന്ന അമിനോ ആസിഡും ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ആയതിനാൽ ഇവയുടെ പ്രവർത്തന ഫലമായി ശരീരമാകെ ഊർജവും ഉന്മേഷവും നിറഞ്ഞതായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. വിവിധ തരം ചായകൾ: പാൽ ചായ, കട്ടൻ ചായ, ഇഞ്ചിച്ചായ, നാരങ്ങ ചായ, മസാല ചായ. 2019 പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ മെയ് 21 അന്താരാഷ്ട്ര തേയില ദിനമായി ആചരിക്കുന്നു. ദിനാചരണത്തിന് നേതൃത്വം നൽകാൻ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന അഥവാ ഫുഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനോട് ആവശ്യപ്പെടുന്നു. 2015 ഇറ്റലിയിൽ നടന്ന യോഗത്തിലാണ് ഇന്ത്യ ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ചത്. അതിൻ പ്രകാരം 2019 യോഗത്തിൽ ഈ പ്രമേയം പാസ്സാവുകയായിരുന്നു. ലാലേട്ടന്റെ ജന്മദിനം കൂടിയായ മെയ് 21 അന്താരാഷ്ട്ര തേയില ദിനമായി ആചരിക്കുന്നത്. ഈ ദിവസത്തെ മലയാളികൾ വിസ്മരിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഇതാണ്. കേരളത്തിൽ 1875 ശേഷമാണ് തേയില ഉൽപാദനം വാണിജ്യാടിസ്ഥാനത്തിൽ ആരംഭിച്ചത്. ലോകപ്രശസ്തമായ ടാറ്റ ടീ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിലാണ്. അവിടെ നിന്നുകൊണ്ട് ടാറ്റ ടീ മ്യൂസിയം സന്ദർശിച്ച് കേരളത്തിന്റെ ചായ ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങാം. തേയിലത്തോട്ടങ്ങൾ സന്ദർശിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണ് മൂന്നാർ. സമുദ്രനിരപ്പിൽ നിന്ന് 1600 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാറിൽ ഹിൽ സ്റ്റേഷൻ, തടാകങ്ങൾ, ജലസംഭരണികൾ, വനം, നിരവധി തേയിലത്തോട്ടങ്ങൾ എന്നിവ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കട്ടൻ ചായകൾ തുടങ്ങി പാൽച്ചായ, ഗ്രീൻ ടീ, ഒലോങ് ടീ വരെ എത്തി നിൽക്കുന്ന ചായകളും തേയിലച്ചെടികളുടെ ചരിത്രവുമാണ് നാം മനസ്സിലാക്കിയത്. ചായ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.